കുറച്ച് വർഷങ്ങളായിട്ട് ആഗസ്റ്റ് മാസം എത്തുമ്പോൾ തന്നെ നമ്മൾ പ്രളയഭീതിയിലാവുന്നുണ്ട്. ഇതിനെതിരെ ഒരുപാട് പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കാൻ നമ്മളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സിനും ടെക്നോളജിക്കൊക്കെ കഴിയും. അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ ഓഫ് ടോക്ക് ഓൺ ടെക്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നും. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും സത്യത്തിൽ കൊറോണേൻ്റെ കൈകൊണ്ടാണോ അതോ ഫ്ലഡിൻ്റെ കൈകൊണ്ടാണോ മരണം എന്നറിയാത്തൊരവസ്ഥയിലാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഇതിനൊന്നും നമ്മളെ തളർത്താൻ കഴിയില്ലെന്ന് നമ്മൾ പണ്ട് തന്നെ തെളിയിച്ചതാണ്. വീണ്ടും ഒരു ഫ്ലഡ് കൂടി വന്നെത്തുമ്പോൾ നമ്മളെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സും ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഇതിനെ ചെറുക്കാമെന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിലെ ചാർജ് മിസ്യൂസ് ചെയ്ത് കളയാതിരിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് അതിലെ ചാർജ് തീരുമ്പോൾ നമുക്ക് പല അത്യാവശ്യ ഘട്ടങ്ങളിലും ഈ ഫ്ലഡിൽ അത് ഉപകാരപ്പെടാതെ പോയേക്കാം. അതുകൊണ്ട് നമ്മുടെ സ്മാർട്ട് ഫോണിലെ ചാർജ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഫ്ലഡിൻ്റെ ടൈമിലെങ്കിലും സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ലൊക്കേഷൻ സർവീസ് ഇടയ്ക്കൊന്ന് എനേബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ അഥവാ ഫ്ലഡിൽ ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാനും മറ്റും ഇത് വളരെ സഹായകരമാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ പഴയ നോക്കിയ ഫോൺസൊക്കെ ഉണ്ടെങ്കിൽ അതും ചാർജ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അതിൻ്റെ സ്റ്റാൻഡ് ബൈ നമ്മളെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ചാർജിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്മാർട്ട് ഫോണുകളോ അല്ലെങ്കിൽ മറ്റെന്ത് ഗാഡ്ജറ്റ്സോ ഒക്കെ ആയിക്കോട്ടെ, അത് പകലോ അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പോ മാത്രം ചാർജ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം രാത്രി വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസും അതുപോലെ തന്നെ ലൈറ്റ്നിങ് കൊണ്ട് ഉണ്ടാകുന്ന വലിയ വോൾട്ടേജ് വേരിയേഷൻസും നമുക്ക് വേണ്ടമാതിരി മോണിറ്റർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അഡാപ്റ്റേഴ്സിനും അതുപോലെ തന്നെ ഗാഡ്ജറ്റ്സിനും സ്മാർട്ട് ഫോണിനൊക്കെ വലിയ തരത്തിലുള്ള കേടുപാടുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഈ ഫ്ലഡിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ അതൊന്ന് സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. ഫ്ലഡ് കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് പവർ ബാങ്കുകളുടെ ഉപയോഗം. കാരണം വൈദ്യുതി ലഭ്യമല്ലാത്ത ടൈമിൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഏക ഓപ്ഷനാണ് നമ്മളെ കയ്യിലുള്ള പവർ ബാങ്കുകൾ. അതുകൊണ്ട് പവർ ബാങ്കുകൾ മാക്സിമം ചാർജ് ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പ്രളയത്തിൽ ഒറ്റപ്പെട്ട് പോവുകയോ അതുപോലെ തന്നെ കുടുങ്ങി കിടക്കുകയോ ചെയ്യുന്ന സമയമാണെങ്കിൽ വെറും ക്ലോക്ക് ബാറ്ററികൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് താൽക്കാലിക പവർ ബാങ്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബിൽ തന്നെ ഒരുപാട് അവൈലബിൾ ആണ്. അതൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് നോക്കി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് നമ്മളെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ടൈമിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ഫോണിൻ്റെ റേഞ്ച് പ്രോബ്ലം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള 1-2 സിമ്മുകളിൽ ചെറിയൊരു കാളിംഗ് പ്ലാനെങ്കിലും ആക്റ്റീവ് ആക്കി വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് എമർജൻസി നമ്പേഴ്സിലേക്ക് വിളിക്കാം. സിമ്മിൻ്റെ പോലും ആവശ്യമില്ല എന്നുള്ളതും നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുമുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ ടൈമിൽ നന്നായിട്ട് ഇറിറ്റേറ്റ് ആവുന്നൊരു സംഗതിയാണ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിക്കുമ്പോൾ കൊറോണ മെസ്സേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഡയൽ പാഡ് ഒന്ന് എടുത്തിട്ട് ഏതെങ്കിലും 2 നമ്പേഴ്സ് ഡയൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കോൾ കണക്റ്റ് ആവുകയും ഈ പ്രശ്നം ഒരു പരിധി വരെ തടയാവുന്നതുമാണ്. ഫ്ലഡിൻ്റെ ടൈമിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ ഉപയോഗം. കാരണം അതിൽ മഴ നനയാനും അതുപോലെ തന്നെ ഷോക്ക് വരാനുമായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കെയർലെസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഷോക്ക് അടിക്കാനും അതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമ്മൾ എടുത്തു വരേണ്ട മറ്റൊരു കാര്യമാണ് വെതർ ഫോർകാസ്റ്റിംഗ് ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളും സോഷ്യൽ മീഡിയ പേജസും. ഇത്തരത്തിലുള്ള വെതർ ഫോർകാസ്റ്റിംഗ് മീഡിയാസ് ഫോളോ ചെയ്യുന്നത് വഴി നമ്മുടെ ഏരിയയിൽ ഉണ്ടാകുന്ന സാധ്യതയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റി അറിയാനും അതിൻ്റെ തീവ്രത മോണിറ്റർ ചെയ്യാനും ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാനും ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെള്ളം കയറി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറയും സ്മാർട്ട് ഫോണും എടുത്തിട്ട് അതിൻ്റെ ക്ലാരിറ്റി പരിശോധിക്കാനായിട്ട് പോകരുത്. കാരണം ഒരുപക്ഷെ അത് മതിയാവും നിങ്ങളുടെ ജീവൻ അപഹരിക്കാൻ. അതുപോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയൊക്കെ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ടൂളുകളാണ്. അതുപയോഗിച്ചിട്ട് നിങ്ങൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ഒരുപാട് ജീവൻ പൊലിയാനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരുടെ ഊർജ്ജം കുറയാനും ഒരുപക്ഷെ കാരണമായേക്കാം. അതേസമയം നിങ്ങളത് ഉപയോഗിച്ചിട്ട് അർജൻറ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ജീവൻ രക്ഷിക്കാനും അതുപോലെ തന്നെ ഈ പ്രളയം അതിജീവിക്കാൻ നമ്മളത് സഹായിച്ചേക്കാം. ഫ്ലഡിനെതിരെ നമ്മുടെ ടെക്നോളജിയും ഗാഡ്ജറ്റ്സൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന ചില മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് ടോക്ക് ഓൺ ടെക്. ബൈ.